അപ്പോൾ പേപ്പറിൽ ആരും ഞാൻ പറയുന്നതിനെക്കാട്ട് മുന്നേ ഒന്നും എഴുതാൻ പാടില്ല. അപ്പോൾ ആൻസർ ഷീറ്റ് എങ്ങനെ എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും എഴുതാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ നമ്പർ എഴുതണം. തെറ്റും തിരുത്തൊന്നും പാടില്ല, കറക്റ്റായിട്ട് എഴുതണം. അതേപോലെ തന്നെ പിന്നെ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാനോ പറ്റില്ല. നിങ്ങൾ ആ പേപ്പർ അവിടെ വെച്ചിട്ട് പോവുക. അത്ര ഇരുന്ന് എല്ലാവരും ഇരുന്നു. പിന്നെ ഫസ്റ്റ് ഡേ തന്നെയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതാം. അപ്പം ഞാൻ ക്ലാസ്സിലേക്ക് ഇനി പറഞ്ഞുതരാനോ ഒന്നിനും എഴുതത്തില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാമൊക്കെ എഴുതാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ടില്ല, എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇരിക്കും എല്ലാവരും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചിട്ടൊക്കെയാണോ വന്നിരിക്കുന്നത്? നന്നായി പഠിച്ചാൽ മാത്രം പോരാ, പ്രാർത്ഥിക്കണം. അപ്പം നമുക്ക് 1 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങും. ഞാൻ 10 മിനിറ്റുകളിൽ വേഗം എല്ലാവരും എഴുതിക്കും. ഞാനിപ്പോൾ പേപ്പർ വാങ്ങിക്കും, വേഗം എല്ലാവരും എഴുതിക്കോ. മതി 5 മിനിറ്റ് കൂട്ടുള്ളൂ. ഇത് പ്രത്യേകിച്ച് ഒന്ന് എഴുതി തീർക്കാനാണ് എടുത്താൽ. അപ്പോൾ കഴിഞ്ഞില്ല, ഞാനൊരു പേപ്പർ കഴിഞ്ഞില്ല. അപ്പോൾ എല്ലാവരും ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പേപ്പറൊക്കെ തരാം. അപ്പോഴത്തേനും എനിക്ക് എഴുതാനുള്ളതൊക്കെ ഒന്ന് എഴുതി വയ്ക്കട്ടെ. അപ്പോൾ ഇനി പേപ്പറൊക്കെ തരാം. സെക്കൻഡ് ബെല്ലല്ലേ, കുഴപ്പമില്ല. ഇതെങ്കിൽ തിരക്കൊന്നുമില്ല, നിങ്ങൾ പതുക്കെ ഇരുന്ന് എഴുതിയാൽ മതി. ഒരു സാധാരണ പോലെ എനിക്ക് പേപ്പർ തന്നാൽ ആദ്യത്തെ ആൾക്ക് പേപ്പറൊക്കെ ഞാൻ ഫസ്റ്റ് തന്നെ തരാം. എന്നിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് ആലോചിച്ച് ഒക്കെ ഇരുന്നതിന് ശേഷം നിങ്ങൾ എഴുതി തുടങ്ങിക്കും. അങ്ങനെ എന്തെങ്കിലും കിട്ടാത്തൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിലൊക്കെ ആരെങ്കിലും അടുത്തുള്ളവരെന്നൊക്കെ നോക്കണമെങ്കിൽ നോക്കാം എന്ന് വിചാരിച്ച് മൊത്തം നോക്കാനല്ല, എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിക്കാം. എല്ലാം മൾട്ടിപ്പിൾ ചോയ്സിൻ്റെ ഒക്കെയാണ്. അല്ലാത്തതൊന്നും അങ്ങനെ ചിലതൊക്കെ നമ്മൾ കണ്ണടച്ച് വിടും. വിചാരിച്ച് എല്ലാം കണ്ണടച്ച് വിടില്ല. പിന്നെ നമ്മൾ നോക്കിയും കണ്ടൊക്കെ എഴുതാം. വല്ല ടീച്ചേഴ്സൊക്കെ വരുന്നുണ്ടെങ്കിൽ പിന്നെ അത് പറ്റില്ല.